ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സിനി, എന്താ ഇവിടെ നടക്കുന്നത്? ഗാഥാ മാഡത്തിന്റെ സ്റ്റൈലുകളൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കായിരുന്നു മാം. എന്നിട്ട് അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അതെ, കുട്ടനാടൻ സ്ലാങ് കെട്ടുവളത്തി കൊണ്ടുവന്ന് ഇവിടെ എന്റെ മകളെ പഠിപ്പിക്കുകയല്ല വേണ്ടത്. എന്റെ മോന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കുട്ടിയല്ലേ, അവളുടെ സുഖവിവരങ്ങള് നമ്മളല്ലാതെ പിന്നെ ആരെ പോയെന്ന് അന്വേഷിക്കാനുള്ളത്? പോകാന്ന് പറയമ്മേ. ആ, പോകാം. കൃഷ്ണ പേടിച്ചു പോയല്ലേ? പിന്നല്ലാതെ ആ പെങ്കൊച്ച് അലമുറ ഇടുന്നത് കണ്ടപ്പോഴേ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എപ്പോഴെങ്ങനെയാണോ പെരുമാറുന്നേ? അത് കൃഷ്ണയെ കണ്ടിട്ട് ഷോക്കായതാ. ആ കുട്ടി കണ്ടപ്പോ എനിക്കും നല്ല അത്ഭുതമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും കാണിച്ചില്ലല്ലോ. ഓ കാശാർക്ക് പിന്നെ എന്തും കാണിക്കായിരിക്കും അല്ലേ? കുട്ടി അത് വിട്, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഗാഥാ മാഡം എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് കൃഷ്ണ പഠിക്കണം. ആ കാണിച്ചു കൂട്ടിയതൊക്കെ പഠിക്കാനോ? അത് പഠിച്ചു വെച്ചിട്ട് എന്തിനാ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലുള്ളാനോ? നോ, ഗാഥാ മാഡം നോർമലായിട്ട് ആളുകളോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെയാ കൃഷ്ണ പഠിക്കേണ്ടത്. അതെ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഒരു കാര്യമില്ലാത്ത കാര്യ. എനിക്ക് ആ കുട്ടിയെ പോലെ ഒന്നും ആവാൻ പറ്റില്ല. പറ്റും, എല്ലാം പറ്റും. കൃഷ്ണ ശ്രദ്ധയോടെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. കൃഷ്ണ ആളുകളെ കാണുമ്പോ ഗുഡ് മോർണിംഗ് പറയാറില്ലേ? കുട്ടനാട്ടിലോ രാവിലെ വല വീശാൻ പോകുന്ന ചേട്ടന്മാരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാലേ അവരാ വല കൊണ്ട് എന്നെ തല്ലും. എന്നിട്ടേ തങ്കത്തിന്റെ മോൾക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് പറയുകയും ചെയ്യും. പക്ഷെ ഇവിടെ എല്ലാവരോടും അത് പറയണം. ഗുഡ് മോർണിംഗ് പറയണം, ഹൗ ആർ യു പറയണം. ഹൗ ആർ യു എന്ന് ചോദിച്ചാ ഫൈൻ എന്ന് പറയണം. ഇതിന്റെ ആവശ്യം എന്താ? അവർക്ക് സുഖമല്ലെന്ന് നമ്മൾ ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഇതൊക്കെ അങ്ങ് നേരിട്ട് ചോദിച്ചാ പോരെ? ഇപ്പൊ തന്നെ ഞാൻ ചേച്ചിയോട് സുഖല്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോ കേക്കാൻ തന്നെ എന്തൊരു സുഖ. വെറുതെ അതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങള്. ഓക്കെ, ആയിക്കോട്ടെ. സി, ഗാഥാ മാഡം ഒരാളെ കാണുമ്പോ ഹേ ഗുഡ് മോർണിംഗ് എന്നാ പറയാറ്. അതിന്റെ ഇടയിൽ എവിടുന്ന ഈ ഒരു ഹൊയ്? ഹോയ് അല്ല, ഹേ. ഒന്ന് പറഞ്ഞേ, അതൊന്ന് സ്റ്റൈലായിട്ടൊന്ന് പറഞ്ഞേ. ഹേ ഗുഡ് മോർണിംഗ്. അത് ഹൊയ് അല്ല, ഹൈ ഗുഡ് മോർണിംഗ്. അതൊന്നുകൂടെ ഒന്ന് സ്റ്റൈലായിട്ട് പറയണം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ശേഷം ഹൗ ആർ യു എന്ന് പറയണം. എനിക്കിതൊക്കെ കേട്ടിട്ട് ചിരിയാ വരുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് സുഖാണെന്നറിയോ? ഒരാള് ദൂരത്തൂടെ നടക്കുന്ന കണ്ടാലേ വാസുട്ടാ സുഖാണോ, കറിക്കെന്താ കിട്ടിയേ, ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ ബാലിക്ക് പോകുന്നില്ലേ എന്നൊക്കെയാ ചോദിക്കുന്നെ. എന്തൊരു മനുഷ്യത്വാ. സിനി, എന്താ ഇവിടെ നടക്കുന്നത്? ഗാഥാ മാഡത്തിന്റെ സ്റ്റൈലുകളൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കായിരുന്നു മാം. എന്നിട്ട് അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അതെ, കുട്ടനാടൻ സ്ലാങ് കെട്ടുവളത്തി കൊണ്ടുവന്ന് ഇവിടെ എന്റെ മകളെ പഠിപ്പിക്കുകയല്ല വേണ്ടത്. പറയുന്നത് മാത്രം അനുസരിക്കുക, അല്ലാതെ കൂടുതൽ പെർഫോമൻസ് ഒന്നും വേണ്ട. കേട്ടല്ലോ? മറ്റൊരു മാർഗം എന്റെ മുന്നിൽ ഇല്ലാണ്ടായി പോയി. അല്ലെങ്കിൽ ഞാൻ ഈ റിസ്ക് ഒരിക്കലും എടുക്കില്ലായിരുന്നു. മനസ്സിലായോ? പിന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞു തരുന്നത് പഠിക്കാൻ നോക്കൂ. അയ്യേ, ഇതെന്താ 3 പേരുള്ള ജയിലോ? ഇങ്ങനെ ബലം പിടിച്ച് നടന്നാല് അവസാനം പൊട്ടിപ്പോയില്ലേ? ഓ എന്റെ അമ്മേ, വല്ലാത്ത പാട് തന്നെ. അപ്പൊ എങ്ങനെയാ? ഹൈ ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഹൗ ആർ യു, ഹൗ ആർ യു. എല്ലാവരും കൂടി പോവാൻ തീരുമാനിച്ചാലും അക്കൂട്ടത്തിൽ എന്തായാലും നമ്മൾ ഉണ്ടാവില്ല, അല്ലേ അമ്മ? എങ്ങനെ ഉണ്ടാവും? ആ രീതിയിലുള്ള പറച്ചിലല്ലേ നിന്റെ അമ്മ പറഞ്ഞു കളഞ്ഞത്. ആ ചെറുക്കൻ മരിച്ച കാര്യം പറഞ്ഞപ്പോ ആരെങ്കിലും എഴുന്നേറ്റ് ഒരെണ്ണം കൊടുക്കുമെന്ന് ഞാൻ കരുതിയത്. അത് നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ നിർമ്മല തൊടാൻ ഒരാളുടെ കൈ പൊങ്ങില്ല.
ഇടക്കിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ. ദേ എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. ഉം, ഉം. തോട്ടങ്ങി രണ്ടും കൂടെ. ഇനി അമ്മ നോക്കിക്കോ, എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തും. അത് പാടില്ല. കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും അവര് പോകുമ്പോ നമ്മളും കൂടെ പോണം. അവിടെ വെച്ചാണ് ഒരു വഴി കിടക്കുന്നത് ആർക്കറിയാം. ഇനി എന്ത് വഴി? എന്റെ പൊന്നു നിർമ്മല, നീ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്റെ പ്രതീക്ഷ അറ്റു പോണമെങ്കിൽ ഞാൻ ചാകണം. ഈ കല്യാണം ഇങ്ങനെ തട്ടിയും മുട്ടിയും നീങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാ? അതൊന്ന് ആലോചിച്ച് നോക്കി. സാധാരണഗതിയില് കളരിക്കൽ കുടുംബവും മംഗലത്ത് കുടുംബവും തമ്മിൽ ഒരു ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞാല് അത് ദാന്നും പറഞ്ഞ് നടക്കണ്ടതല്ലേ? എന്നിട്ട് നടന്നോ? ഒരു തടസ്സമായി, 2 തടസ്സമായി, ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോവാ. അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, ഇത് നടക്കാനുള്ളതല്ല. മുടങ്ങുന്നത് നമുക്ക് നമ്മുടെ നേർക്കണ്ണിൽ കാണാൻ പറ്റും. എന്നെ വെറുതെ ആശിപ്പിക്കാനാണെങ്കിൽ വേണ്ടമ്മേ. വേണ്ട, നീ ആശിക്കണ്ട, എനിക്കാശിക്കാലോ. എന്തായാലും സിത്താരയുടെ വീട്ടിലേക്ക് ഞാനൊന്ന് ചെല്ലട്ടെ. ഈ 2 കുടുംബങ്ങളെയും തമ്മിൽ തല്ലിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവിടെ വെച്ച് എനിക്ക് കിട്ടും. ഞാനത് പ്രയോഗിക്കുകയും ചെയ്യും. നിർമ്മലേ, നിന്റെ ജാതകം എടുത്ത് ജോത്സ്യനെ കൊണ്ട് വിശദമായിട്ടൊന്ന് നോക്കിക്കണം. നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവാനുള്ള യോഗം ഉണ്ടോ എന്നറിയാം. ഓ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഉദേട്ടാ. ആദ്യം 2 കുടുംബങ്ങളെ തമ്മിൽ തല്ലിക്കാൻ എന്താ വഴിയെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. മോളെ, മമ്മി, യു ആർ വേസ്റ്റിംഗ് ദ ടൈം. മമ്മി എന്താ ഈ ചെയ്യുന്നത്? ഏതോ കായൽ തീരത്ത് കിടന്നവളെയൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നോ? ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ഗാഥാ ശ്രീനിവാസന്റെ സ്റ്റൈൽ, സംസാരം, ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ യുണീക്ക് ആണ് മമ്മി. അവളെ കൊണ്ട് ഇതൊന്നും അനുകരിക്കാൻ പറ്റില്ല. മോളെ, നീ പറഞ്ഞ സത്യാണ്. നിന്നെ കോപ്പി ചെയ്യാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. പക്ഷേ നമുക്കിപ്പോ ഇത് ആവശ്യം. അവളുടെ രൂപമാണ് നമ്മുടെ പ്ലസ് പോയിന്റ്. അത് വെച്ച് നോ മമ്മി, എനിക്കിത് വർക്ക്ഔട്ട് ആവുമെന്ന് തോന്നുന്നില്ല. മമ്മി, ഇത്രയും മോഡേൺ ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന നവീന് അവൾ ഫേക്ക് ആണെന്നറിയാൻ ജസ്റ്റ് ഒരു മിനിറ്റ് മതി. നവീൻ, മോളെ, മോളിപ്പോ ആ കോൾ എടുക്കണ്ട. നമുക്ക് അവളെ കൊണ്ട് സംസാരിപ്പിക്കാം. മമ്മി, അവക്കത് സാധിക്കുമോ നോക്കണ്ടേ?